Hi everyone. ഇനി നമ്മൾ +1 അക്കൗണ്ടൻസിയിലെ 4th ചാപ്റ്റർ ആയിട്ടുള്ള റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് പാർട്ട് 2 ആണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ചാപ്റ്റർ 3ൽ എന്താണ് നമ്മൾ പഠിച്ചത്? എല്ലാ ബിസിനസ് ട്രാൻസാക്ഷൻസും ആദ്യം ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്നു, അതിനുശേഷം അവ ലെഡ്ജർ അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്യുന്നു. ചെറിയൊരു ബിസിനസ്സിൽ എല്ലാ ട്രാൻസാക്ഷൻസും ഒരു ബുക്സിൽ, അതായത് ജേർണലിൽ മാത്രം റെക്കോർഡ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ ബിസിനസ് വളരും തോറും ട്രാൻസാക്ഷൻസും കൂടുതലായിട്ട് വരികയാണ്. അപ്പൊ ഓരോന്നിനും ജേർണലൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. അപ്പൊ ബിസിനസ് ട്രാൻസാക്ഷൻസിനെ ക്വിക്കായി, എഫിഷ്യന്റ് ആയിട്ട്, അക്യുറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജേർണലിനെ സ്പെഷ്യൽ ജേർണൽ ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യുന്നു. ചില ബിസിനസ് ട്രാൻസാക്ഷൻസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സിമിലർ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്ന ആ ബുക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെഷ്യൽ ജേർണൽസ് എന്ന് പറയുന്നു. ഉദാഹരണത്തിന് എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും ഒരു ബുക്സിൽ, എല്ലാ ക്രെഡിറ്റ് സെയിൽസ് ട്രാൻസാക്ഷൻസും മറ്റൊരു ബുക്സിൽ, എല്ലാ ക്രെഡിറ്റ് പർച്ചേസ് ട്രാൻസാക്ഷൻസും വേറൊരു ബുക്സിൽ തുടങ്ങി വേർതിരിച്ച് റെക്കോർഡ് ചെയ്യുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പെഷ്യൽ ജേർണൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സ്പെഷ്യൽ ജേർണൽസിനെ ഡേ ബുക്ക് അല്ലെങ്കിൽ സബ്സിഡറി ബുക്സ് എന്നും നമ്മൾ എന്ത് ചെയ്യും? വിളിക്കുന്നുണ്ട്. ഏത് സ്പെഷ്യൽ ജേർണലിലും റെക്കോർഡ് ചെയ്യാൻ സാധിക്കാത്ത ട്രാൻസാക്ഷൻസ് ജേർണൽ പ്രോപ്പറിലാണ് എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. സ്പെഷ്യൽ ജേർണൽസ് ഉപയോഗിക്കുന്നത് ബിസിനസ്സിൽ എന്തായിരിക്കും? എക്കണോമിക്കൽ ആയിരിക്കും. അതേപോലെ അക്കൗണ്ടിങ് വർക്സിൽ ഡിവിഷൻ ഓഫ് അതുപോലെ അക്കൗണ്ടിങ് വർക്കിൽ ഡിവിഷൻ ഓഫ് ലേബറിന് സാധ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്? ഏതൊക്കെ സ്പെഷ്യൽ ജേർണൽസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ജേർണൽ പ്രോപ്പർ. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഏതൊക്കെ ടൈപ്സ് ഓഫ് സ്പെഷ്യൽ പർപ്പസ് ബുക്സ് ഉണ്ട്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏതൊക്കെയാണ്? ക്യാഷ് ബുക്ക് സിംഗിൾ എൻട്രി ടൈപ്പും ഉണ്ട്, ഡബിൾ എൻട്രി ടൈപ്പും ഉണ്ട്, അതേപോലെ പെറ്റി ക്യാഷ് ബുക്കും ഉണ്ട്. പിന്നെ പർച്ചേസ് ബുക്ക്, ആ ഒരു ബിസിനസ്സിന് വരുന്ന എല്ലാ പർച്ചേസും നമ്മൾ എവിടെയായിരിക്കും റെക്കോർഡ് ചെയ്യുക? പർച്ചേസ് ബുക്കിൽ. പർച്ചേസ് റിട്ടേൺ ബുക്ക് അല്ലെങ്കിൽ റിട്ടേൺ ഔട്ട്വേർഡ്സ് ബുക്ക്, അതിൽ എന്ത് ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക? പർച്ചേസ് റിട്ടേൺ എന്തെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എല്ലാ ട്രാൻസാക്ഷൻസിനും നമ്മൾ പർച്ചേസ് റിട്ടേണിലാണ് റെക്കോർഡ് ചെയ്യുക. പിന്നെ വരുന്നത് സെയിൽസ് ബുക്കും സെയിൽസ് റിട്ടേൺ ബുക്കും. സെയിൽസ് ബുക്കിൽ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടന്ന എല്ലാ സെയിൽസ് അല്ലെങ്കിൽ സർവീസസും നമ്മൾ സെയിൽസ് ബുക്കിൽ കാണിക്കും. സെയിൽസ് റിട്ടേണിലോ സെയിൽസ് റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും നമുക്ക് വരേണ്ടതെന്നുണ്ടെങ്കിൽ ആ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത് സെയിൽസ് റിട്ടേൺ ബുക്കിലാണ്. ജേർണൽ പ്രോപ്പർ പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു. ജേർണൽ പ്രോപ്പർ എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതായത് ഏതെങ്കിലും സ്പെഷ്യൽ ജേർണലിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കാത്ത ട്രാൻസാക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ജേർണൽ പ്രോപ്പറിലാണ് നമ്മൾ എന്ത് ചെയ്യുക? റെക്കോർഡ് ചെയ്യുക. ക്യാഷ് ബുക്ക് എന്താണ്? ക്യാഷ് ബുക്ക് ഇറ്റ്സ് എ ബുക്ക്. അതില് ക്യാഷ് റെസിപ്റ്റ്സും ക്യാഷ് പേയ്മെന്റ്സും ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻസും റെക്കോർഡ് ചെയ്യുന്നു. ഇത് സാധാരണയായിട്ട് എങ്ങനെയാ തുടങ്ങുക? ആ ഒരു പീരീഡിലെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബാങ്ക് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂഷ്വലി ഇത് മന്ത്ലി ബേസിസിലാണ് എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബുക്കാണ്. വലുതോ ചെറുതോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉള്ളതോ നോട്ട് ഫോർ പ്രോഫിറ്റ് അങ്ങനെയുള്ള ഓർഗനൈസേഷൻസോ ആയ എല്ലാ ഓർഗനൈസേഷൻസും ഈ ക്യാഷ് ബുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇത് ജേർണലിന്റെയും അതേപോലെ ക്യാഷ് ലെഡ്ജർ അക്കൗണ്ടിന്റെയും ജോലി ഒരുമിച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്നും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വിളിക്കുന്നുണ്ട്. ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് ജേർണലിൽ റെക്കോർഡ് ചെയ്യേണ്ടതില്ല. അതുപോലെ തന്നെ ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ലെഡ്ജർ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം ഇല്ല. ക്യാഷ് ബുക്ക് നമ്മൾ 3 തരത്തിലുണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? സിംഗിൾ കോളം, ഡബിൾ കോളം, അതേപോലെ പെറ്റി ക്യാഷ് ബുക്ക് ഉണ്ട്. അപ്പൊ സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം.
ക്യാഷ് ബുക്കിൽ എല്ലാ ക്യാഷ് റെസിപ്റ്റ്സും ക്യാഷ് പേയ്മെന്റ്സും ക്രോണോളജിക്കൽ ഓർഡറിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. അതായത് കാലക്രമത്തിലായിരിക്കും റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. അതായത് ക്യാഷ് റെസിപ്റ്റും ക്യാഷ് പേയ്മെന്റും പൂർണ്ണമായിട്ടും റെക്കോർഡ് ചെയ്യുന്നത് ഏതിലാണ്? ക്യാഷ് ബുക്കിൽ ആണ്. ഒരു ബിസിനസ് ഓർഗനൈസേഷൻസിൽ എല്ലാ റെസിപ്റ്റ്സും എല്ലാ പേയ്മെന്റ്സും ക്യാഷ് മുഖാന്തരം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പോൾ ക്യാഷ് ബുക്കിൽ ഓരോ വശത്തും, അതായത് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഒരു എമൗണ്ട് കോളം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സിംഗിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഒരു ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിൽ കാണിച്ചു തരുന്നത്. ഇൻ ദ ബുക്സ് ഓഫ്, ആരുടെ ബുക്സ്? അപ്പൊ ആ കമ്പനിയുടെ പേര് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്തു? ക്യാഷ് ബുക്കിന് ഹെഡിങ് കൊടുത്തു. ദെൻ അതിന് ടു സൈഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ഡെബിറ്റ് സൈഡും ഏതൊക്കെ കോളംസ് വരണം? ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, അമൗണ്ട്. അതേപോലെ ക്രെഡിറ്റ് സൈഡ്സും ഏതൊക്കെ കോളംസ് വരണം? ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേർണൽ ഫോളിയോ, അമൗണ്ട്. നമ്മൾ യൂഷ്വലി ക്യാഷ് ബുക്ക് തുടങ്ങുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? ബാലൻസ്, ഓപ്പണിംഗ് ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ക്യാഷ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഈ ബിസിനസ് ട്രാൻസാക്ഷൻസ് എല്ലാം ക്യാഷിൽ മാത്രമാണ് നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഒരു അമൗണ്ട് കോളം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇൻ കേസ് ബാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സിംഗിൾ കോളം ക്യാഷ് ബുക്കിന് പകരം ഡബിൾ കോളം ക്യാഷ് ബുക്ക് ആയിരിക്കും എന്ത് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഡെബിറ്റ് സൈഡ് നമ്മൾ എന്താ റെക്കോർഡ് ചെയ്യുക? എല്ലാ ക്യാഷ് റെസിപ്റ്റ്സും എവിടെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക? ഡെബിറ്റ് സൈഡ് ആണ് റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. ക്രെഡിറ്റ് സൈഡോ നമ്മൾ എല്ലാ ക്യാഷ് പേയ്മെന്റ്സും ആണ് എന്ത് ചെയ്യുന്നുണ്ടാവുക? റെക്കോർഡ് ചെയ്യുന്നുണ്ടാവുക. അവസാനം നമ്മൾ എന്ത് ചെയ്യണം? അത് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് വശവും കൂട്ടി നോക്കി ബാക്കിയുള്ള ക്യാഷ് എന്ത് ചെയ്യണം? ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യണം. ഇനി നെക്സ്റ്റ് സിംഗിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഒരു illustration നോക്കാം. Consider the following transactions of Miss Rupa Traders and show how they are recorded in a single column cash book. സിംഗിൾ കോളം ക്യാഷ് ബുക്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണിക്കാനായിട്ടാണ് പറയുന്നത്. ആദ്യം എന്താ പറയുന്നത്? ക്യാഷ് ഇൻ ഹാൻഡ് 30,000 rupees. അപ്പോൾ ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് എത്ര? ഓപ്പണിംഗ് ബാലൻസ് ആണ് 30,000 rupees വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ റെസിപ്റ്റ് സൈഡ് ഓപ്പണിംഗ് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസ് ക്യാരി ഫോർവേഡ്, ബ്രോട്ട് ഫോർവേഡ് പറഞ്ഞിട്ട് 30,000 കാണിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത്? ക്യാഷ് റിസീവ്ഡ് ഫ്രം ഗുർമീറ്റ് 12,000. അപ്പൊ ഗുർമീറ്റിന്റെ നമുക്ക് മേ ബി 12,000 നേരത്തെ കിട്ടാനുള്ള എമൗണ്ട് കിട്ടിയതായിരിക്കും. ഇപ്പൊ ക്യാഷ് എന്തായാലും എന്താണ്? കിട്ടിയതാണ്. അപ്പൊ ഈ എൻട്രി എവിടെ വരണം? റെസിപ്റ്റ് സൈഡ് വരണം, അതായത് ഡെബിറ്റ് സൈഡ് വരണം. Then insurance paid, annual installment of 6,000 rupees. ഇൻഷുറൻസ് പേ ചെയ്തിരിക്കുകയാണ്. എത്ര? 6,000 രൂപ. അപ്പൊ അതെന്താണ്? നമുക്ക് വരുന്ന ഒരു ചെലവാണ്. അപ്പൊ അതവിടെ എവിടെയാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്? പേയ്മെന്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ് ആണ് എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ rupees 13,800. ഫർണിച്ചർ 13,800 rupeesന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് എന്താണ്? ഒരു ചെലവാണ്. അപ്പൊ അത് എവിടെ പോകണം? പേയ്മെന്റ് സൈഡ് പോകണം. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് rupees 28,000. 28,000 നമ്മൾ സാധനം എന്ത് ചെയ്തു? വിറ്റപ്പോ നമുക്ക് എന്താണ്? ക്യാഷ് കിട്ടുകയാണ്. അപ്പൊ അതെന്തായിരിക്കും? നമ്മുടെ റെസിപ്റ്റ് ആണ്. അപ്പോൾ അത് റെസിപ്റ്റ് സൈഡ് വേണം കാണിക്കാനായിട്ട്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മുഡിറ്റ് ഇൻ ക്യാഷ് rupees 17,400. നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു 17,400. അപ്പൊ അവിടെ എന്താണ്? അവിടെ ഒരു പേയ്മെന്റ് ആണ് നടക്കുന്നത്. അപ്പൊ അത് പേയ്മെന്റ് സൈഡ് വേണം കാണിക്കാനായിട്ട്. നെക്സ്റ്റ് പർച്ചേസ്ഡ് സ്റ്റേഷനറി ഫോർ rupees 1,100. അവിടെ എന്താണ്? സ്റ്റേഷനറി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1,100 rupees നമ്മൾ പേയ്മെന്റ് ചെയ്തു. അപ്പൊ അത് ഏത് സൈഡ് വരണം? പേയ്മെന്റ് സൈഡ് വരണം. Cash paid to Rukmani in full settlement of account of rupees 12,500. റുക്മണിക്ക് നമ്മൾ കൊടുക്കാനുള്ള പൈസ ഫുള്ളി സെറ്റിൽ ചെയ്യണം. അപ്പൊ അവിടെ എന്താണ്? നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോവുകയാണ്. അപ്പൊ അത് എവിടെ എൻട്രി ചെയ്യണം? പേയ്മെന്റ് സൈഡ്, അതായത് ക്രെഡിറ്റ് സൈഡ് വേണം എൻട്രി ചെയ്യാനായിട്ട്. ദെൻ ഗുഡ്സ് sold goods to Kamal for cash rupees 18,200. 18,200 rupeesന് എന്ത് ചെയ്തു? ക്യാഷ് സാധനം വിറ്റു. അപ്പൊ അവിടെ എന്താണ്? നമുക്ക് റെസിപ്റ്റ് ആണ് വരുന്നത് ക്യാഷിന്റെ. അപ്പൊ അതിനെ റെസിപ്റ്റ് സൈഡ് കാണിക്കണം, അതായത് ഡെബിറ്റ് സൈഡ് കാണിക്കണം. ദെൻ
മന്ത്ലി റെന്റ് പെയ്ഡ് മന്ത്ലി റെന്റ് ഓഫ് 2500 നമുക്കുണ്ടായ ഒരു എക്സ്പെൻസ് റെന്റ് പേ ചെയ്യണം, അപ്പൊ അത് പേയ്മെന്റ് സൈഡ് വരണം. അതേപോലെ സാലറി പേയ്മെന്റ് ചെയ്യുന്നുണ്ട് 3500, അതും നമ്മുടെ എക്സ്പെൻസ് ആണ്, അത് പേയ്മെന്റ് സൈഡ് ക്രെഡിറ്റ് സൈഡ് വരണം. ഡെപ്പോസിറ്റഡ് ഇൻ ബാങ്ക്, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ഒബ്വിയസ്ലി കൂടും, പക്ഷെ ബാങ്കിൽ കൂടണം. ക്യാഷ് കുറയും ബട്ട് ബാങ്കിൽ കൂടണം. അപ്പോൾ നമ്മളിപ്പോൾ ക്യാഷ് ബുക്കല്ലേ പ്രിപ്പയർ ചെയ്യുന്നത്, അപ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവാണ്. അപ്പൊ അതിനെ എവിടെ കാണിക്കണം? പേയ്മെന്റ് സൈഡ് വേണം കാണിക്കാനായിട്ട്. ബാങ്ക് ബുക്ക് ഉണ്ടാക്കുമ്പോൾ അത് റെസിപ്റ്റ് ആയിട്ടും കാണിക്കുകയും വേണം. ഓക്കെ, ഇനി ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഹെഡിങ് എന്താ കൊടുത്തത്? സിംഗിൾ കോളം ക്യാഷ് ബുക്ക്. ആരുടെ ക്യാഷ് ബുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? മിസ് രൂപ ട്രേഡേഴ്സിന്റെ. ഏത് മാസത്തിന്റെ? മന്ത്ലി ബേസിസിലായിരിക്കും എന്താണ് ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നവംബർ മാസത്തിന്റെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ റെസിപ്റ്റ് സൈഡ് നമ്മൾ എന്തൊക്കെ എൻട്രീസ് പോസ്റ്റ് ചെയ്യണം എന്നാണ് ഓൾറെഡി നമ്മൾ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം ഓപ്പണിംഗ് ബാലൻസ് പോസ്റ്റ് ചെയ്യണം, ദെൻ അത് കഴിഞ്ഞിട്ട് ഗുഡ്മിറ്റിന്റെ നിന്ന് ക്യാഷ് കിട്ടിയ 12,000, പിന്നെ ഗുഡ്സ് സെയിൽ ചെയ്തിട്ട് കിട്ടിയ 28,000, പിന്നെ അതേപോലെ കമലിനും ഗുഡ്സ് സെയിൽ ചെയ്തിട്ടുള്ള 18,200 റുപ്പീസ്. ഇത്രയുമാണ് ആ ഒരു മാസം നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത്? ക്യാഷ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതത് ഡേറ്റ്സ് എൻ്റർ ചെയ്തിട്ട് അതിന് അഗെയിൻസ്റ്റ് ഉള്ള പർട്ടിക്കുലേഴ്സ്, ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ആണെങ്കിൽ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ഇനി ആദ്യം നിന്നാണ് കിട്ടിയത് അല്ലെങ്കിൽ ഗുഡ് സെയിൽ ചെയ്തിട്ടാണോ എങ്ങനെയാണോ നമുക്ക് ആ ക്യാഷ് കിട്ടിയെന്നുള്ള പർട്ടിക്കുലേഴ്സ് കൊടുത്തു. ദെൻ അമൗണ്ട്സ് എത്രയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും കിട്ടിയിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ ഇവിടെ കൊടുത്തു. നെക്സ്റ്റ് പേയ്മെന്റ് സൈഡ്, അതായത് ക്രെഡിറ്റ് സൈഡ് നമുക്ക് ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്? ഇൻഷുറൻസ് പ്രീമിയം പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്, ഫർണിച്ചർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, മുൻപിന് കൊടുക്കാനുള്ള ക്യാഷ് കൊടുത്തിട്ടുണ്ട്, സ്റ്റേഷനറി പർച്ചേസ് ചെയ്തിട്ടുണ്ട്, രുക്മണിക്ക് കൊടുക്കാനുള്ള അമൗണ്ട് കൊടുത്തിട്ടുണ്ട്, റെന്റ്, സാലറി, അതേപോലെ ബാങ്കിലും നമ്മൾ അമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ആ മാസം നമുക്ക് ക്യാഷിൽ നമുക്ക് ചെലവ് വന്നത്. അപ്പൊ അതിന്റെ ഡേറ്റ്, ഓരോന്നിന്റെയും ഡേറ്റ്സ് മെൻഷൻ ചെയ്തു. ദെൻ അതിന്റെ ചെലവ് എന്താണെന്നുള്ള പർട്ടിക്കുലേഴ്സും നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തു. അതിന് അഗെയിൻസ്റ്റ് എത്രയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? മെൻഷൻ ചെയ്തു. ഇനി രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ ചെയ്യണം. റെസിപ്റ്റ് സൈഡ് നമുക്ക് എത്ര ടോട്ടൽ റെസിപ്റ്റ്സ് വന്നു ഇൻക്ലൂഡിങ് ഓപ്പണിംഗ് ക്യാഷ്? 88,200 റുപ്പീസ് വന്നു. അതിന് അഗെയിൻസ്റ്റ് എത്ര രൂപയുടെ പേയ്മെന്റ്സ് ആണ് നമ്മൾ നടത്തിയത്? 64,800 റുപ്പീസിന്റെ പേയ്മെന്റും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോ ബാലൻസ് നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉള്ളത്? 88,200 റുപ്പീസ് നമുക്ക് ക്യാഷ് വന്നിട്ടുണ്ട്. അതിന് 64,800 നമ്മുടെ ഇന്ന് ചെലവായിട്ടുണ്ട്. ബാക്കി നമ്മുടെ കയ്യിലുള്ളത് 23,400 റുപ്പീസ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ക്യാരി നെക്സ്റ്റ് ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ആയിട്ടുള്ള 23,400 റുപ്പീസ് നമ്മൾ നെക്സ്റ്റ് മന്തിലേക്ക് എന്ത് ചെയ്യും? ബ്രോഡ് ഔട്ട് ചെയ്യും. നെക്സ്റ്റ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. ഈ തരത്തിലുള്ള ക്യാഷ് ബുക്കിൽ ഓരോ വശത്തും രണ്ട് എമൗണ്ട് കോളംസ് ഉണ്ടാവും. ഇന്നത്തെ കാലത്ത് ബാങ്ക് ട്രാൻസാക്ഷൻസ് വളരെ കൂടുതലായി കൊണ്ടുവരികയാണ്. പല ഓർഗനൈസേഷൻസിലും കഴിയുന്നത്ര റെസിപ്റ്റ്സും പേയ്മെന്റ്സും ബാങ്ക് മുഖേന മാത്രമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബിസിനസ്മാൻ സാധാരണയായി ബാങ്കിൽ ഒരു കറണ്ട് അക്കൗണ്ട് തുറക്കും. ബാങ്ക് ഇത്തരം കറണ്ട് അക്കൗണ്ട്സിലെ ബാലൻസിന് ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കാറില്ല. എന്നാൽ ചെറിയൊരു തുക ഇൻസിഡന്റൽ ചാർജസ് എന്ന പേരിൽ സർവീസ് റെൻഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഈടാക്കുകയും ചെയ്യും. ക്യാഷ് അല്ലെങ്കിൽ ചെക്സ് ബാങ്ക് അക്കൗണ്ട്സിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പേയിങ് സ്ലിപ്പ് എന്നൊരു ഫോം നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കണം. അതിനൊപ്പം ഒരു കൗണ്ടർ ഫോളിയോ ഉണ്ടാവും. അത് കാഷ്യറിന്റെ ഒപ്പോടെ റെസിപ്റ്റ് ആയിട്ട് ഡെപ്പോസിറ്റർക്ക് തന്നെ എന്ത് ചെയ്യും? തിരിച്ചു ലഭിക്കും. ബാങ്ക് അക്കൗണ്ട് ഹോൾഡറിന് മണി വിഡ്രോ ചെയ്യാൻ ബ്ലാങ്ക് ചെക്ക് ഫോംസ് നൽകാറുണ്ട്. ഡെപ്പോസിറ്റർ ചെക്കില് പേ എന്ന് പ്രിന്റഡ് ചെയ്തിരിക്കുന്ന വാക്കിന് ശേഷം ആരുടെ പേരാണോ എഴുതുന്നത് അവർക്കായിരിക്കും എന്ത് കിട്ടുക? ആ പേയ്മെന്റ് ലഭിക്കുന്നുണ്ടാവുക. ചെക്ക് ഫോംസിൽ ബിയറർ എന്ന വാക്ക് പ്രിന്റഡ് ആയിരിക്കും. അതിന്റെ അർത്ഥം പേ എന്ന വാക്കിന് ശേഷമുള്ള പേഴ്സണോ അല്ലെങ്കിൽ ചെക്ക് കൈവശം വെച്ചിരിക്കുന്ന ബിയററിനോ പേയ്മെന്റ് നൽകണമെന്നാണ്. ബിയറർ എന്ന വാക്ക് കട്ട് ചെയ്താൽ ചെക്ക് ഓർഡർ ചെക്കായി മാറും. അതായത് പേയ്മെന്റ് പേ എന്ന വാക്കിന് ശേഷം
പേര് എഴുതിയിരിക്കുന്ന പേഴ്സണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓർഡർ പ്രകാരം പ്രോപ്പർ ഐഡന്റിഫിക്കേഷൻസ് കാണിക്കുന്ന മറ്റൊരാൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, amount നൽകാനായിട്ട് പറ്റും. പ്രായോഗികമായിട്ട് അതായത് പ്രാക്ടിക്കലായിട്ട് ചെക്സ് സാധാരണയായിട്ട് ക്രോസ്ഡ് ആയിരിക്കും. ചെക്കിന്റെ സൈഡിൽ ഇങ്ങനെ രണ്ട് പാരലൽ ലൈൻസ് വരച്ചിരിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, ക്രോസ്ഡ് എന്ന് പറയുന്നത്. ക്രോസ്ഡ് ചെക്കിന്റെ പേയ്മെന്റ് കൗണ്ടറിൽ നിന്ന് നേരിട്ട് പാർട്ടിക്ക് നൽകാനായിട്ട് കഴിയില്ല. അത് ബാങ്ക് മുഖേന മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ലഭിക്കുള്ളൂ. ചെക്കില് രണ്ട് പാരലൽ ലൈൻസ് വരച്ചാലാണ് അതിനെ എന്ത് പറയുന്നത്, ക്രോസ്ഡ് ചെക്ക് എന്ന് വിളിക്കുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള ക്രോസിങ് വ്യത്യസ്തമായ സേഫ്റ്റി നിലവാരങ്ങളാണ് ഉറപ്പാക്കുന്നത്. അക്കൗണ്ട് പേയി ഓൺലി എന്ന് പറഞ്ഞിട്ട് ക്രോസ് ഉണ്ടായാൽ ചെക്കിലെ തുക ചെക്കിലെ പേര് രേഖപ്പെടുത്തിയിരിക്കുന്ന പേഴ്സന്റെ അക്കൗണ്ടിൽ മാത്രം ഡെപ്പോസിറ്റ് ചെയ്യുക എന്നാണ്. രണ്ട് വരകളുടെ ഇടയിലൂടെ ഒരു ബാങ്കിന്റെ നെയിം എഴുതിയാൽ അത് സ്പെഷ്യൽ ക്രോസിംഗ് ആയിട്ട് മാറും. അപ്പോ പേയ്മെന്റ് ആ ബാങ്ക് മുഖേന മാത്രമേ നൽകുകയുള്ളൂ. ചിലപ്പോ ചെക്ക് ട്രാൻസ്ഫർ ചെയ്യാനും സാധിക്കും. പേയി മറ്റൊരാളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും എങ്കിൽ അത് അക്കൗണ്ട് പേയി ഓൺലി പറഞ്ഞിട്ട് ക്രോസ്ഡ് ആയിരിക്കും. ബിയറർ ചെക്ക് വെറും എന്താ പറയാ കൈമാറ്റത്തിലൂടെ ട്രാൻസ്ഫർ ചെയ്യാം. ഓർഡർ ചെക്കിനെ എൻഡോഴ്സ്മെന്റ് മുഖേനയും കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കും. ബാങ്ക് ട്രാൻസാക്ഷൻസ് വളരെ കൂടുതലായതിനാൽ അവയെ ജേർണലിൽ റെക്കോർഡ് ചെയ്യുന്നതിന് പകരം ക്യാഷ് ബുക്കിൽ തന്നെ പ്രത്യേകം ബാങ്ക് അക്കൗണ്ട് കോളം ഉണ്ടെങ്കിൽ എന്തായിരിക്കും, അത് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും. ഇതിലൂടെ ബാങ്ക് അക്കൗണ്ടിന്റെ സ്ഥിതിഗതികൾ എന്തൊക്കെയെന്നുള്ളത് ഏതൊക്കെ സമയത്ത് വേണമെങ്കിലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്യാഷ് ട്രാൻസാക്ഷൻസ് പോലെ തന്നെ ബാങ്കിലും ഡെപ്പോസിറ്റും പേയ്മെന്റും ഉണ്ട്. ഇടതുവശത്ത് റൈറ്റ് സൈഡ് റെസിപ്റ്റ്സ് നമ്മൾ രേഖപ്പെടുത്തും. ലെഫ്റ്റ് സൈഡ് പേയ്മെന്റ്സ് വിഡ്രോവൽസ് നമ്മൾ എന്ത് ചെയ്യും, രേഖപ്പെടുത്തും. ഇനി ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ക്യാഷ് ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്താലും രണ്ട് വശത്തും ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താലും അതേപോലെ തന്നെ ക്യാഷ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്താലും രണ്ട് വശത്തും എൻട്രീസ് ഉണ്ടാവും. കാരണം ഒരു വശത്ത് ക്യാഷ് ബുക്കിൽ നിന്ന് എന്താ പറയാ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാഷ് പോയി എന്ന് എഴുതണം. ബാങ്കിലാണെന്നുണ്ടെങ്കിൽ മറുവശത്ത് ബാങ്കിലോട്ട് എമൗണ്ട് വന്നു എന്നുള്ളത് വരും. അപ്പൊ അവിടെ ഒരു കോൺട്രാ എൻട്രീസ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യും, സി എന്നുള്ളത് എഴുതി വെക്കും, അത് കോൺട്രാ എൻട്രീസ് ആണ് എന്നുള്ളത്. അപ്പോൾ ക്യാഷിൽ ഒരു സൈഡ് റെസിപ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ മറ്റൊരു സൈഡ് പേയ്മെന്റ്സ് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക. ചെക്ക് റിസീവ് ചെയ്യുമ്പോൾ അവരുടെ ബാങ്ക് എൻട്രീസിൽ തന്നെ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം. ചെക്ക് സെയിം ഡേ ഡെപ്പോസിറ്റ് ചെയ്താൽ ബാങ്ക് കോളത്തിൽ റെസിപ്റ്റ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തും. ചെക്ക് മറ്റൊരു ദിവസമാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് ലഭിച്ച ദിവസത്തിൽ ക്യാഷ് കോളത്തിൽ റെസിപ്റ്റ് സൈഡിൽ നമ്മൾ രേഖപ്പെടുത്തും. പിന്നീട് ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യും ചെയ്യും. കസ്റ്റമറിന് ലഭിച്ച ചെക്ക് ഡിസോണേർഡ് ആണെങ്കിൽ ബാങ്കിൽ അത് തിരിച്ചയക്കും. കൂടാതെ ഫേംസിന്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും വേണം. അപ്പോൾ ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിൽ ഡിസോണേർഡ് ചെക്ക് എന്ന് പറഞ്ഞിട്ട് തുകയും അതേപോലെ പെർട്ടിക്കുലേഴ്സ് കോളത്തിൽ കസ്റ്റമറുടെ പേരും രേഖപ്പെടുത്തണം. ഇതിലൂടെ ചെക്ക് റിസീവ് ചെയ്ത ബാങ്ക് ഡെപ്പോസിറ്റിൽ ചെയ്യുന്നതിന് മുൻപുണ്ടായ സ്ഥിതി തിരികെ വരികയും ചെയ്യും. അതായത് ഇപ്പോൾ ഒരു കസ്റ്റമറുടെ നിന്ന് നമുക്കൊരു 10,000 rupees കിട്ടാനുണ്ട്, അവർ നമുക്ക് ചെക്ക് തന്നു. അപ്പൊ നമ്മൾ കസ്റ്റമറുടെ നിന്ന് കിട്ടി പറഞ്ഞ് 10,000 പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ടാവും. പിന്നീട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ആ ചെക്ക് ഡിസോണർ ആയി വെച്ചാൽ എന്താവും, നമുക്ക് ആ എമൗണ്ട് പിന്നെയും കിട്ടാനുണ്ട് പറഞ്ഞ പോലെ തന്നെ നിൽക്കണം. അപ്പൊ നമ്മൾ അതിൽ ഓപ്പോസിറ്റ് എൻട്രി പാസ് ചെയ്യുമ്പോൾ സ്റ്റിൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എന്താണ് ആ എമൗണ്ട് കിട്ടാനുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കും. ബാങ്ക് ഇൻട്രസ്റ്റ്, കമ്മീഷൻ, സർവീസ് ചാർജ് എന്നിവ ഡെബിറ്റ് ചെയ്ത ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് സൈഡിൽ രേഖപ്പെടുത്തുകയും ചെയ്യുകയും വേണം. ബാങ്ക് ഫേംസിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്താൽ ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡിൽ രേഖപ്പെടുത്തണം. ഓക്കെ. ദെൻ ക്യാഷ് ബുക്കിൽ ബാങ്ക് കോളം ഉണ്ടായാൽ ലെഡ്ജറിൽ വേറൊരു ബാങ്ക് അക്കൗണ്ട് ലെഡ്ജർ പറഞ്ഞിട്ട് വേറൊന്നും ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ബാങ്ക് കോളത്തിൽ തന്നെയാണ് ബാങ്ക് അക്കൗണ്ടിന്റെ പ്രവർത്തനത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ കോൺട്രാ എൻട്രീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സിന്ന് മാർക്ക് ചെയ്യണം.
അപ്പൊ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ വരുന്നത്? അതിന് 2 കോളംസ് ഉണ്ടാവും രണ്ട് സൈഡും. എന്ത്? ബാങ്ക് കോളം ഉണ്ടാവും, ക്യാഷ് കോളം ഉണ്ടാവും. എല്ലാ റെസിപ്റ്റ്സും ഡെപ്പോസിറ്റ്സും നമ്മൾ എവിടെ കാണിക്കും? ഡെബിറ്റ് സൈഡ് കാണിക്കും. എല്ലാ പേയ്മെന്റ്സും വിഡ്രോവൽസും നമ്മൾ ക്രെഡിറ്റ് സൈഡ് കാണിക്കും. കോൺട്രാ എൻട്രി ആണ് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് കോൺട്രാ എൻട്രി പറയുന്നത് എന്താണ്? ക്യാഷും ബാങ്കും തമ്മിലുള്ള ട്രാൻസാക്ഷൻസിനെയാണ് എന്ത് പറയുന്നത്? കോൺട്രാ എൻട്രീസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സി എന്ന് മാർക്ക് ചെയ്യും. ബാങ്ക് കോളത്തിൽ വേണമെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് കാണിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇൻ കേസ് നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ക്രെഡിറ്റ് ബാലൻസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് നീ നോക്കാനായിട്ട് പോകുന്നത്. ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 2 സൈഡ്സ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഡെബിറ്റ് സൈഡും. ഡെബിറ്റ് സൈഡ് നമ്മൾ റെസിപ്റ്റ്സ് ആക്കുന്നു, ക്രെഡിറ്റ് സൈഡ് പേയ്മെന്റ്സ് ആക്കുന്നു. ക്യാഷ് ബുക്ക് പറഞ്ഞ് നമ്മൾ ഹെഡിങ് കൊടുത്തു, ഏത് കമ്പനിയുടെ ആണെന്ന് വെച്ചാൽ കമ്പനിയുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്യണം. ദെൻ ഡെബിറ്റ് സൈഡ് ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, പിന്നെ ഫോളിയോ നമ്പേഴ്സ് ഇവിടെ കൊടുക്കണം. ക്യാഷും ബാങ്കും കണ്ടോ, ഡെബിറ്റ് സൈഡ് 2 കോളംസ് വന്നു, ക്യാഷും ബാങ്കും വരുന്നു. അതേപോലെ ക്രെഡിറ്റ് സൈഡും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ഫോളിയോ നമ്പേഴ്സ് നമ്മൾ കൊടുക്കുന്നു, ക്യാഷും ബാങ്കും. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും 2 കോളംസ് എക്സ്ട്രാ വരെയാണ്. ബാക്കിയെല്ലാം എന്താണ്? ക്യാഷ് ബുക്കിന്റെ അതേ ഫോർമാറ്റ് തന്നെയാണ്. ബാങ്ക് എന്നുള്ള ഒരു കോളം മാത്രം 2 സൈഡും എന്തായിട്ട് വരുന്നുണ്ട്? ആഡ് ആയിട്ട് വരുന്നുണ്ട് എന്ന് മാത്രം. ഇനി നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ ചെക്ക് ചെയ്യാം. ഇല്ലുസ്ട്രേഷനിൽ ബാങ്ക് ബാലൻസും തന്നിട്ടുണ്ട്, അതേപോലെ എന്താണ്? ക്യാഷ് ബാലൻസും തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ എന്ത് ടൈപ്പ് ഓഫ് ബുക്കാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഡബിൾ കോളം ക്യാഷ് ബുക്കാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് പറഞ്ഞിട്ട് ബാങ്കിന്റെ കോളത്തിൽ 42,000ഉം ക്യാഷിന്റെ കോളത്തിൽ 15,000ഉം കാണിക്കണം. ഏത് സൈഡ്? ഡെബിറ്റ് സൈഡ്. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ചെക്ക്. ചെക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, 12,000 rupees. അപ്പോൾ പേയ്മെന്റ് സൈഡ് ബാങ്ക് കോളത്തിൽ വേണം ഇത് കാണിക്കാനായിട്ട്. പിന്നെ സെയിൽ ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ്, ക്യാഷിന് വിറ്റിട്ടുണ്ട് 6,000 rupeesന്. അപ്പൊ റെസിപ്റ്റ് സൈഡ് ക്യാഷ് കോളത്തിൽ 6,000 പറഞ്ഞിട്ട് കാണിക്കണം. ദെൻ പർച്ചേസ്ഡ് മിഷനറി ബൈ ചെക്ക്, ചെക്ക് കൊടുത്തിട്ട് നമ്മൾ ഒരു മിഷനറി പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ പേയ്മെന്റ് സൈഡ് മിഷനറി പർച്ചേസ് പറഞ്ഞിട്ട് ബാങ്കിന്റെ കോളത്തിൽ 5,500 കാണിക്കണം. ദെൻ സോൾഡ് ഗുഡ്സ് ആൻഡ് റിസീവ്ഡ് ചെക്ക് ഡെപ്പോസിറ്റഡ് ഓൺ ദ സെയിം ഡേ. നമ്മൾ ഗുഡ്സ് വിറ്റു, ചെക്ക് കിട്ടി, അന്നത്തെ ദിവസം തന്നെ എന്താണ്? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ റെസിപ്റ്റ് സൈഡ് ബാങ്ക് കോളത്തിൽ ഗുഡ്സ് സോൾഡ് പറഞ്ഞിട്ട് 4,500 കാണിക്കണം. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഇൻ ക്യാഷ് ഫോർ 17,400. ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ക്യാഷിനാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പേയ്മെന്റ് സൈഡ് 17,400 പറഞ്ഞിട്ട് ക്യാഷിന്റെ കോളത്തിൽ കാണിക്കണം. ദെൻ പർച്ചേസ് സ്റ്റേഷനറി ബൈ ചെക്ക്, ചെക്ക് കൊടുത്തിട്ട് നമ്മൾ എന്താണ്? സ്റ്റേഷനറി പർച്ചേസ് ചെയ്തു. അപ്പൊ പേയ്മെന്റ് സൈഡ് സ്റ്റേഷനറി പർച്ചേസ് പറഞ്ഞിട്ട് ബാങ്കിന്റെ കോളത്തിൽ 1,100 കാണിക്കണം. ദെൻ ചെക്ക് ഗിവൺ ടു രോഹിത്, രോഹിത്തിന് ചെക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പേയ്മെന്റ് സൈഡ് 1,500 പറഞ്ഞിട്ട് കാണിക്കണം. ദെൻ ക്യാഷ് വിഡ്രോവൽ ഫ്രം ബാങ്ക്, ബാങ്കിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പൊ റെസിപ്റ്റ് സൈഡ് ക്യാഷ് കൂടുകയും വേണം 10,000 പറഞ്ഞിട്ട്, ബാങ്ക് പേയ്മെന്റ് സൈഡ് ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോവൽ പറഞ്ഞ് 10,000 കുറയും വേണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോൺട്രാ പറഞ്ഞിട്ട് സി എന്നുള്ളത് മെൻഷൻ ചെയ്യും വേണം. പിന്നെ റെന്റ് പെയ്ഡ് ബൈ ചെക്ക്, റെന്റ് പേയ്മെന്റ് നമ്മൾ ചെക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പേയ്മെന്റ് സൈഡ് ബാങ്കിന്റെ കോളത്തിൽ 2,500 കാണിക്കണം. പിന്നെ സാലറി പെയ്ഡ് 3,500. ഒന്നും പറയാത്തത് കൊണ്ട് അത് ക്യാഷ് പേയ്മെന്റ് ആണ് എന്ന് കരുതി നമുക്ക് സാലറി പറഞ്ഞിട്ട് പേയ്മെന്റ് സൈഡ് 3,500 കാണിക്കണം. ഇനി ഇതിനെ എങ്ങനെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഡബിൾ കോളം ക്യാഷ് ബുക്കിലേക്ക് കാണിച്ചു വെച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി ഇതിന്റെ ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്യുമ്പോൾ, ഡബിൾ കോളം ക്യാഷ് ബുക്കിൽ എൻട്രി ചെയ്യുമ്പോൾ എങ്ങനെ വരിക എന്നുള്ളതാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓരോ ട്രാൻസാക്ഷൻസും ഏത് സൈഡാണ് ഏത് കോളത്തിലാണ് എൻട്രി ചെയ്യേണ്ടതെന്നെല്ലാം പറഞ്ഞു. ഇനി നമുക്ക് പിക്ചോറിക്കലി ഇത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അപ്പൊ നമ്മൾ ഹെഡിങ് കൊടുത്തു, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, കമ്പനിയുടെ പേര് കൊടുത്തു, മിസ് ടൂൾസ് ഇന്ത്യ. ദെൻ ഏത് മാസത്തെയാണ് എന്നുള്ളതും എൻട്രി ചെയ്തു. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസ് എൻട്രി ചെയ്യണം. ഡബിൾ കോളം ആയത് കാരണം 2 കോളംസ് ഉണ്ട്. ഏതൊക്കെയാണ്? ക്യാഷ് കോളും ഉണ്ട്, ബാങ്ക് കോളും ഉണ്ട്. 2 സൈഡും, ഡെബിറ്റ് സൈഡും വരും, ക്രെഡിറ്റ് സൈഡും വരും. അപ്പോൾ അതിൽ ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് എത്രയാണ്? 15,000 ക്യാഷിന്റെ കോളത്തിൽ എഴുതി. ബാങ്ക് ബാലൻസ് 42,000 ബാങ്കിന്റെ കോളത്തിൽ എഴുതി. അത് കഴിഞ്ഞിട്ട് ക്യാഷിന് സെയിൽ ചെയ്ത് കിട്ടിയ 6,000 rupees ക്യാഷിന്റെ കോളത്തിൽ എഴുതി. അതേപോലെ ചെക്ക് കിട്ടിയത്
4,500 rupees അന്നേ ദിവസം തന്നെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാങ്കിന്റെ കോളത്തിലും എഴുതി. പിന്നെ അതേപോലെ ബാങ്കിൽ നിന്ന് നമ്മളൊരു 10,000 rupees എന്ത് ചെയ്തിട്ടുണ്ട്, വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ ക്യാഷ് നമുക്ക് കൂടും, പക്ഷെ ബാങ്കിലെ ബാലൻസ് കുറയും. അപ്പൊ ക്യാഷ് കൂടുമ്പോൾ റെസിപ്റ്റ് സൈഡ് ക്യാഷ് വിഡ്രോൺ പറഞ്ഞിട്ട് 10,000 ഇവിടെ കാണിച്ചു. അതേപോലെ പേയ്മെന്റ് സൈഡും നമ്മൾ എന്ത് ചെയ്യണം, ക്യാഷ് വിഡ്രോൺ പറഞ്ഞിട്ട് ബാങ്കിൽ നിന്ന് ആ എമൗണ്ട് പോയതായിട്ട് കാണിക്കണം. എന്നിട്ട് അവിടെ സി എന്നുള്ളത് ജേർണൽ ഫോളിയോയിൽ കാണിക്കുകയും വേണം. എന്തിനാണ്? അത് കോൺട്രാ എൻട്രി ആണ് എന്നുള്ളത് അറിയിക്കാനായിട്ട്. ഈ സൈഡും സി എന്ന് കാണിക്കണം. അതേപോലെ തന്നെ ഇവിടുത്തെ ജേർണൽ ഫോളിയോയിൽ നമ്മൾ എന്ത് ചെയ്യണം, സി എന്നുള്ളത് കാണിക്കണം. പിന്നെ പേയ്മെന്റ് സൈഡ് വരികയാണെന്നുണ്ടെങ്കിൽ ചെക്ക് കൊടുത്തിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തു 12,000ന്റെ. അപ്പൊ ചെക്ക് ആയത് കാരണം ഏത് കോളത്തിലാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്, ബാങ്കിന്റെ കോളത്തിലാണ് എൻട്രി ചെയ്യുന്നത്. അതേപോലെ മെഷീനറി നമ്മൾ ചെക്ക് കൊടുത്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാങ്കിന്റെ കോളത്തിൽ 5,500 എന്നുള്ള രീതി കിട്ടു. ദെൻ പിന്നെ ഈ മൃഗാലുടെ കയ്യിൽ നിന്നും നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ക്യാഷിനാണ് പർച്ചേസ് ചെയ്തത്. അപ്പൊ എത്രയാണ്, 17,400 ക്യാഷിന്റെ കോളത്തിൽ എഴുതി. ഇനി സ്റ്റേഷനറി നമ്മൾ ചെക്ക് കൊടുത്ത് പർച്ചേസ് ചെയ്തു. അപ്പൊ അത് ബാങ്കിന്റെ കോളത്തിൽ 1,100 എന്ന് എഴുതി. അതേപോലെ രോഹിത്തിന് എന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെക്ക് കൊടുത്തത് കൊണ്ട് അത് ബാങ്കിന്റെ കോളത്തിൽ 1,500 എന്ന് എഴുതി. റെന്റ് ചെക്ക് ആയിട്ടാണ് നമ്മൾ കൊടുത്തത്. അപ്പൊ 2,500 എന്ന് എഴുതി. സാലറി പെയ്ഡ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാങ്കിലൂടെയാണോ ബാങ്കാണോ ചെക്കാണോ എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ക്യാഷ് എന്നുള്ള രീതിക്ക് ക്യാഷ് കോളത്തിൽ 3,500 പേയ്മെന്റ് ചെയ്തതായിട്ടും കാണിച്ചു. എന്നിട്ട് രണ്ട് കോളവും ടോട്ടൽ ചെയ്തിട്ട് അത് ബാലൻസ് ചെയ്ത് നോക്കണം. എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ട് ആണ് ആ മാസത്തെ ക്ലോസിംഗ് ബാലൻസ്, ക്യാഷ് ഇൻ ഹാൻഡും അതേപോലെ ബാങ്കിനുള്ള ക്ലോസിംഗ് ബാലൻസും. അത് നമ്മളിവിടെ ക്യാരി ഡൗൺ പറഞ്ഞിട്ട് എഴുതുന്നു. എന്നിട്ട് അതിനുശേഷം നെക്സ്റ്റ് മാസം സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ 1-ാം തീയതി ബാലൻസ് ബ്രോ ഡൗൺ പറഞ്ഞിട്ട് ഈ മാസത്തെ അവസാനത്തെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ബ്രോഡ് ഫോർവേഡ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഒരു ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്.